തൽക്കാലം നിനക്ക് ഇവരുടെ കൂടെ പോവാം. പക്ഷേ ഈ സിറ്റി വിട്ടു പോകാൻ നിനക്ക് പെർമിഷൻ ഇല്ല. രേഖയോട് പക തോന്നാൻ ബാബുവിന് മതിയായ കാരണങ്ങളുണ്ട്, അല്ലേ ഡോക്ടർ? അതെ. നീ വിഷമിക്കല്ലേ മോനെ. ദൈവം എല്ലാ സത്യങ്ങളും കാണുന്നുണ്ട്. ആ സത്യങ്ങൾ തീർച്ചയായും പുറത്തു വരികയും ചെയ്യും. ബാബുവിനെ കൊണ്ടുപോകാനാ വന്നത്. വരൂ. ഇരിക്കൂ. താങ്ക്സ്. ദാ സാർ. അവനെയും കൊണ്ടുവാ. നിങ്ങളാരാ? പ്രസാദ്, എഞ്ചിനീയറാ. നിങ്ങളല്ലേ ഡോക്ടർ രേഖയെ മാരേജ് ചെയ്യായിരുന്നത്? അതെ. ആ, തൽക്കാലം നിനക്ക് ഇവരുടെ കൂടെ പോവാം. പക്ഷേ ഈ സിറ്റി വിട്ടു പോകാൻ നിനക്ക് പെർമിഷൻ ഇല്ല. അതുപോലെ എപ്പോൾ വിളിച്ചാലും ആ നിമിഷം ഇങ്ങ് എത്തിക്കണം. ശരി സാർ. ആ, പൊയ്ക്കോളൂ. താങ്ക് യു സാർ. ഓക്കെ. ആ, എന്നാ ഞാൻ പൊക്കോട്ടെ. താങ്ക് യു. ശരി. നിങ്ങൾ വീട്ടിലേക്കല്ലേ? ഞാൻ കൊണ്ടുവിടാം. വേണ്ട പ്രസാദേട്ടാ, ഞങ്ങൾ പൊയ്ക്കോളാം. പോട്ടെ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അച്ഛൻ സംഭവിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല. എറണാകുളത്ത് കൃഷ്ണമാമയുടെ കൂടെ നീ പോയിരിക്കുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ തിരിച്ചു വരാമെന്ന് കരുതിയതാണ്, പക്ഷെ കഴിഞ്ഞില്ല. നിങ്ങൾ രണ്ടാളും ഹോട്ടലിൽ താമസിച്ചു, മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ ഇന്ന് കൃഷ്ണമാമ എങ്ങാനും അച്ഛനെ കാണാൻ വന്നാൽ, അല്ലെങ്കിൽ താര വന്നാലും മതിയല്ലോ. സർവ്വം നുണയും പൊളിയില്ലേ? അച്ഛനത് വിഷമാവില്ലേ? അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ താരയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിച്ചാൽ മതി. വാ. അച്ഛാ, ദാ ബാബു വന്നു. ആ, അമ്മാവനും അനന്തരവനും കൂടി ആദ്യമായിട്ടൊരു ബിസിനസ് ടൂർ നടത്തി അല്ലേ? ആ,
ഒരർത്ഥത്തിൽ നല്ലതാ അയാളുടെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നത്. ജീവിക്കാൻ പഠിച്ചവനാ കൃഷ്ണപിള്ള, എന്നെ പോലെയല്ല. തോൽക്കാനുള്ള യാത്രകളെ ഞാനിതുവരെ നടത്തിയിട്ടുള്ളൂ. എന്നിട്ട് സ്റ്റോക്ക് എടുത്തോ? ഉവ്വ്. ബിസിനസ് കാര്യത്തിന് കൂടെ കൊണ്ടുപോകുന്നത് വിശ്വസ്തരായിരിക്കണം. പണത്തിന്റെ ഇടപാടില്ലേ. എന്തായാലും കൃഷ്ണപിള്ളയ്ക്ക് നിന്നെ വിശ്വാസമായി എന്ന് തെളിഞ്ഞു. അവൻ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അച്ഛ, നല്ല ക്ഷീണമുണ്ട്. ബാബു വേഗം കുളിച്ചിട്ടോ, ഞാൻ ആഹാരം എടുത്തു വയ്ക്കാം. അച്ഛനും കഴിക്കാൻ എടുക്കട്ടെ? ആയിക്കോട്ടെ. മരുന്നൊക്കെ കഴിച്ചോ? ആ, നീ ഇല്ലാത്തതുകൊണ്ട് അവളെല്ലാം ദാ ഇവിടെ എടുത്ത് വച്ചിട്ടാ പോയത്. രേഖയ്ക്ക് ഇതുവരെ ബോധം വീണില്ലല്ലോ ഡോക്ടർ. നമുക്ക് കുറെ കൂടി നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ? കുറെ കൂടി നല്ല ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാൽ. വിദ്യാഭ്യാസമില്ലാത്തവരെ പോലെ റാം സംസാരിക്കരുത്. ഇതാണ് ജനത്തിന്റെ പൊതു സ്വഭാവം. പേഷ്യന്റിന്റെ നില ഒരല്പം വഷളായാൽ ഉടനെ ഒരു ബഹളമാണ്. ഹോസ്പിറ്റൽ മോശം, ഡോക്ടർ മോശം. ഒരു സത്യം റാം മനസ്സിലാക്കണം. ഡോക്ടേഴ്സ് ഒരിക്കലും രോഗിയെ മനഃപൂർവ്വം കൊല്ലാനോ അർത്ഥമില്ലാത്ത പരീക്ഷണങ്ങൾക്കിരയാക്കാനോ ആഗ്രഹിക്കില്ല. ഡോക്ടർ സിദ്ധാർത്ഥനെ റാമിനറിയില്ലെങ്കിലും എനിക്കറിയാം. ഇന്ത്യയിലെ 10 എഫിഷ്യൻ ഡോക്ടർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഡോക്ടർ സിദ്ധാർത്ഥന്റെ പേരും ഉണ്ടാകും. അറിയോ അതെനിക്ക്? ഐ ആം സോറി സർ, ഞാൻ അറിയാതെ. അറിയണം. അറിഞ്ഞിട്ടേ ഇത്തരം സബ്ജക്റ്റുകൾ സംസാരിക്കാവൂ, എക്സ്പെഷ്യലി ഇൻ ദ പ്രസൻസ് ഓഫ് ഡോക്ടേഴ്സ്. ആ പ്രസാദോ? ഞാൻ സ്റ്റേഷനിൽ നിന്ന് വരിക ഡോക്ടർ. ബാബുവിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയത് ഇന്നസെൻസിന്റെ തെളിവൊന്നുമല്ല. പക്ഷേ ബാബു നിരപരാധിയാണെന്നാണ് എൻ്റെ വിശ്വാസം. തെളിവില്ലാതെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? പുറമേ കാണുന്ന ഒന്നും അല്ല മനുഷ്യർ. ചുണ്ടത്ത് ചിരിയും ഉള്ളിൽ കത്തിയുമായിരിക്കും. രേഖയോട് പക തോന്നാൻ ബാബുവിന് മതിയായ കാരണങ്ങളുണ്ട്, അല്ലേ ഡോക്ടർ? അതെ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായി ഒന്നുമില്ല പ്രസാദ്. പറഞ്ഞു കേട്ടിടത്തോളം സുമിത്രയ്ക്ക് പ്രസാദിനോട് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവാം. ഡിവോഴ്സിനൊക്കെ മുൻകൈ എടുത്തത് ശരി തന്നെ. പക്ഷേ പ്രസാദ് ജീവിതത്തിൽ തോറ്റില്ലെന്നറിഞ്ഞപ്പോൾ, രേഖയെ വിവാഹം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ സഹിക്കാനായിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞയച്ചതാവാം ബാബുവിനെ. സുമിത്രയുടേത് വളരെ അപ്സൈഡായ ഒരു ചിന്തയാണ്. പ്രസാദിനെ സ്വന്തം ജീവിതത്തിൽ വേണ്ട, പക്ഷേ പ്രസാദിന് മറ്റൊരു വിവാഹ ജീവിതം ഉണ്ടാവാനും പാടില്ല. ആ അതെ, ചേച്ചിയോട് ഒരുപാട് ഇഷ്ടമുണ്ട് ബാബുവിന്, ഇല്ലേ? പക്ഷേ എനിക്കുമുണ്ട് കൂടപ്പുറപ്പിനോട് സ്നേഹവും കടപ്പാടും. ഇനി നിയമം ബാബുവിനെ വെറുതെ വിട്ടാലും ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. റാം, കൺട്രോൾ യുവർ സെൽഫ്. എന്റെ അനിയത്തിയാണ് ബോധമറ്റ് കിടക്കുന്നത്. പ്രസാദ് അവളുടെ ഭർത്താവാകാൻ പോകുന്നല്ലേ ഉള്ളൂ. തൽക്കാലം അതിലും വലിയ ബന്ധം ഞങ്ങളുടേതാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സന്തോഷിക്കുന്നൊരു കാട്ടാളൻ പണ്ടുണ്ടായിരുന്നു. ഇത് കാട്ടാളനല്ല, മാനസാന്തരം വന്ന മനുഷ്യനാണ്, ഏട്ടനാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ആർക്കും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന പ്രസാദിന് പോലും.
അത്ഭുതം തന്നെ. ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള രാമോഹൻ തന്നെയാണോ ഇത്? അൺബിലീവബിൾ. എന്തൊരു മാറ്റം. മാറട്ടെ. എല്ലാ ചീത്ത മനുഷ്യരും നല്ലവരാവട്ടെ. ആ പതുക്കെ. അവര് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? അവർക്കതൊരു രസമുള്ള കാര്യമാണല്ലോ. അങ്ങോട്ടൊന്നും പറയാൻ അനുവാദമില്ല. ഇങ്ങോട്ട് തരുന്നത് അത്രയും ഒരെതിർപ്പും കാണിക്കാതെ വാങ്ങിക്കുകയും വേണം. ഡോക്ടർ രേഖയെ കൊല്ലാൻ ശ്രമിച്ചവൻ ഞാനാണെന്ന് ഞാൻ തന്നെ സമ്മതിക്കണം. എന്നെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിനായിരുന്നു ശ്രമം. കുറ്റം ചെയ്തവൻ ഞാൻ തന്നെയാണെന്ന് സ്ഥാപിക്കാൻ ഒരു വലിയ തെളിവുണ്ടല്ലോ. ഡോക്ടർ രേഖയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് ഞാൻ അവരെ കൊല്ലുന്നു. എത്ര എളുപ്പം പോലീസിന് കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയുന്നു. പക്ഷേ അവര് നിന്നെ സംശയിക്കാൻ കാരണം നീ തന്നെയല്ലേ? എന്തിനാ നീ രേഖയെ കാണാൻ പോയത്? പോകും മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചൂടെ? ചോദിച്ചാൽ ചേച്ചി സമ്മതിക്കായിരുന്നു. ഇല്ലായിരുന്നു, സമ്മതിക്കില്ലായിരുന്നു. എന്തിനു സമ്മതിക്കണം? ഈ അറസ്റ്റും മർദ്ദനും ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയോ? എത്ര നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടിയാ ഇപ്പൊ ഇത്രയും വേദന നീ അനുഭവിക്കുന്നത്? എനിക്ക് നിസ്സാരമായി തോന്നിയിരുന്നില്ല. ഇപ്പോഴും തോന്നില്ല. ബാബു, വീണ്ടും നീ വെളിവില്ലാതെയാ സംസാരിക്കുന്നത്. സുമിത്രേച്ചിയോട് ആ സ്ത്രീയും വെളിവില്ലാതെയല്ലേ സംസാരിച്ചത്? അവരുടെ കയ്യിൽ നിന്നും പ്രസാദേട്ടനെ വശീകരിച്ചെടുക്കാൻ ചേച്ചി എപ്പോഴെങ്കിലും ശ്രമിച്ചോ? ആഗ്രഹിച്ചോ? ഇല്ലല്ലോ. എന്നിട്ടും പബ്ലിക്കായി മുഖത്തു നോക്കി അവരങ്ങനെ ചോദിച്ചില്ലേ? അതിന് പകരമാണ് ഞാനും ആ മുഖത്തു നോക്കി ചിലത് പറഞ്ഞത്. പക്ഷേ കാര്യം അവിടെ തീർന്നോ? ഡോക്ടർ രേഖ ഇപ്പോഴും ICUലാണ്. അവർക്ക് ഇനിയും ബോധം വീണിട്ടില്ല. പക്ഷേ ഞാനതിൽ കുറ്റക്കാരനല്ലല്ലോ ചേച്ചി. അതാരും മനസ്സിലാക്കുന്നടാ. നീ വിഷമിക്കല്ലേ മോനെ. ദൈവം എല്ലാ സത്യങ്ങളും കാണുന്നുണ്ട്. ആ സത്യങ്ങൾ തീർച്ചയായും പുറത്തു വരികയും ചെയ്യും. ആരായിരിക്കും അത് ചെയ്തത്? വിദഗ്ധമായി എല്ലാം ചെയ്തിട്ട് അവൻ എന്നെ കുരുക്കിലാക്കിയിരിക്കുകയാണ്. ഈശ്വര, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാനെങ്ങനെ തെളിയിക്കും? എത്ര കരഞ്ഞു പറഞ്ഞു നോക്കി, എന്നിട്ടും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ബാബു മോനെ, നീ കരയാതെ. നീ ഉണരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. ഉണർന്നാൽ കുറ്റവാളിയെ നീ കാട്ടിക്കൊടുക്കുമത്രേ. പോലീസിന് അത് മതി.
റാംമോഹനെ പിടികൂടാൻ. ഹ, പക്ഷേ അത്രയ്ക്ക് മണ്ടനാണോ റാം? എത്ര കടമ്പകൾ റാം നിഷ്പ്രയാസം ചാടിക്കടന്നു. പക്ഷേ കണക്കുകൂട്ടലിൽ, ടൈമിങ്ങിൽ ഒരു ചെറിയ പിഴ പറ്റി. ആ തലേണ 1 മിനിറ്റ് കൂടി അമർത്തണമായിരുന്നു. കഴിഞ്ഞില്ല. നോ പ്രോബ്ലം. അവിടെ കഴിയാത്തത് ഇതാ ഇവിടെ നടക്കുന്നു. സിസ്റ്ററെ, സിസ്റ്ററെ, ഒന്ന് വേഗം വരൂ. എന്താ? മാസ്ക് ശരിക്കല്ലേ വച്ചിരിക്കുന്നത്? തല അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി. ഞാൻ ആകെ പേടിച്ചു പോയി. സാരമില്ല. സാരമില്ല, നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം എനിക്ക് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ വരാൻ താമസിച്ചെങ്കിലോ എന്തായനെ? പതുക്കെ. ഡോക്ടർ വരാറായി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. அப்போ போயிட்டு வரேன். പോയിട്ട് വാങ്ങോ. யமுனாவை ஜாக்கிரதையா பார்த்துக்கோ. രാമേട്ടൻ ചെല്ലുമ്പോൾ മിനിക്കുട്ടി വീട്ടിലുണ്ടാവണേന്ന് എൻ്റെ പ്രാർത്ഥന. ഇല്ലെങ്കിൽ ഡാനിയലുടെ കസ്റ്റഡിയിലാണെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ ചേച്ചി. ചെന്നായാണ് അയാൾ. പക വീട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ആ ക്രൂരത. പുരുഷന്മാരെ അയാൾ വെട്ടി നുറുക്കും, സ്ത്രീകളെ. ഈശ്വര, പാവം എനിക്കുട്ടി. இப்படி சும்மா மனச உடைச்சுக்கிடாதம்மா. கடவுள் ஒருத்தன் இருக்கான் இல்லையா? உனக்கு ஒரு காரியம் தெரியுமா? நான் ஒரு நேர்ச்சை நேர்ந்திருக்கேன். அடுத்த தவணை பழனிக்கு போகும்போது மொட்டை அடிச்சுக்கிறேன்னு. எதுக்காகன்னு தெரியுமா? அவனோட மண்டே தூள தூள வெடிச்சு போனோம். முருகனோட உண்மையான பக்தி ஆக்கணும். ஏன் வேண்டுதல் അവൻ തട്ടമാട്ടാൻ. അങ്ങനെ നേർച്ചയും വഴിപാടും ഒന്നും കൊണ്ട് തെറിക്കുന്ന തലയല്ലേ ചേച്ചി അത്. ദൈവങ്ങൾക്ക് പോലും ഭയവാ മൃഗത്തെ.
ബാബു, ഞാൻ ഇറങ്ങുകയാണേ. അച്ഛന് സമയത്ത് മരുന്ന് കൊടുക്കണം കേട്ടോ. സുമിത്രേച്ചി, എന്താ? ഇത് നോക്കൂ, പ്രസാദേന്റെ വിവാഹം മാറ്റിവെച്ചു എന്ന്. ഒന്നിനു പുറകെ ഒന്നായി കേൾക്കുന്നതൊക്കെ ചീത്ത വാർത്തകൾ. ഒന്ന് പോയി കാണണമെന്നുണ്ട് രേഖയെ. പക്ഷെ എന്നെ അവിടെ കണ്ട ആരോപണങ്ങൾക്ക് ശക്തി കൂടും. നിനക്കത് കൂടുതൽ ദോഷം വരുത്തി വെക്കുകയും ചെയ്യും. എത്രയും വേഗം രേഖയ്ക്ക് ബോധം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാവും? ബാബു, ബാബു, വരുന്നച്ചാ. അച്ഛാ, സുമിത്ര പോയോ? പോയി. ആരുടെ വിവാഹം മാറ്റിവെച്ച കാര്യമാണ് നിങ്ങൾ സംസാരിച്ചത്? അത് പ്രസാദേട്ടൻ്റെ. ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്. വിവാഹം മാറ്റിവെച്ചോ? എന്താ കാരണം? അത് ഡോക്ടർ രേഖ ഹോസ്പിറ്റലാണ്. എന്തു പറ്റി? അവരെ ആരോ കൊല്ലാൻ ശ്രമിച്ചത്രേ. അതെ അച്ഛാ, സത്യമാണ്. ഭാഗ്യം കൊണ്ട് മരിച്ചില്ല. പക്ഷേ ഇപ്പൊ ആശുപത്രിയിലാ, ബോധമറ്റ് കിടക്കുകയാണ്. ഈശ്വരാ, എന്തൊക്കെയായി കേൾക്കുന്നത്? ആരായി ചെയ്തത്? എന്തിനു വേണ്ടി? അന്വേഷണം നടക്കുന്നുണ്ട്. എന്തിനാണ് ദൈവം എല്ലാവരെയും ഇങ്ങനെ ശിക്ഷിക്കുന്നത്? മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, ആ അച്ഛാ, ആരോ വരുന്നുണ്ട്. ആ അതയാളാ, വിശാലിനെ കാണാനാ. ആരാ അയാള്? ഒരു പലിശക്കാരനാ. വിശാല് അയാൾക്ക് കാശ് കൊടുക്കാനുണ്ടത്രേ. ആ വരൂ വിട്ടുപ്പേ, ഇരിക്കെ. വല്ല അറിവും കിട്ടിയോ? ഒരറിവുമില്ല. ഈ ഭൂമിയിൽ എവിടെയാ അവനുള്ളതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നീക്കുപോക്കുണ്ടാക്കാം. എന്റെ മോൻ വാങ്ങിയതല്ലേ, അത് തിരിച്ചു തരേണ്ട ഉത്തരവാദിത്വം അവനില്ലെങ്കിലും അവന്റെ അച്ഛനായ എനിക്കുണ്ട്. ഇത് മോളാ മിനിക്കുട്ടി. ഈ മോളെയല്ലേ ആ ദുഷ്ടം പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞത്? അതെ, അവസാനം അയാൾക്ക് ദയ തോന്നി തിരിച്ചിവിടെ കൊണ്ടുവന്നു വിട്ടു. ഭാഗ്യം. കാട്ടാളന്മാർക്കും ചില നേരത്ത് കരുണയുണ്ടാവും ഇല്ലേ? ഉം. അതെ. അന്നിവിടെ വന്നപ്പോ നിങ്ങളുടെ മനപ്രയാസം ഞാൻ നേരി കണ്ടതല്ലേ. അതുകൊണ്ട് ഞാനും മനസ്സുനൊന്ന് പ്രാർത്ഥിച്ചിരുന്നു.
മോളെ എത്രയും വേഗം തിരിച്ചു കിട്ടണേന്ന്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. എല്ലാം ദൈവം തമ്പുരാന്റെ ഓരോരോ പരീക്ഷകളാ. പരമാവധി പരീക്ഷിക്കും. അപ്പോഴൊക്കെ നമ്മൾ വിശ്വാസം വിടാതെ പിടിച്ചു നിൽക്കണം. ഒടുവിൽ അദ്ദേഹം നമ്മുടെ സങ്കടങ്ങൾ എടുത്തു മാറ്റും. മോളെ അയാൾ ഉപദ്രവിക്കോ മറ്റോ? ഇല്ലെന്നാ ഇവള് പറഞ്ഞത്. അതും ഒരു ഭാഗ്യം. പത്രത്തിലിപ്പോ എന്തൊക്കെയാ നമ്മൾ വായിക്കുന്നത്? പെൺമക്കളുള്ള രക്ഷിതാക്കളുടെ മനസ്സിൽ തീയ. അത്രമാത്രം ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ നാട്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. വരുന്ന വഴിക്ക് ഞാൻ ഒരു സോഡ കുടിച്ചു. പിന്നെ വിശാലിനെ അന്വേഷിച്ചുള്ള ഈ നടപ്പ് ഇനി വേണ്ടെന്ന് വെക്കണം. കിട്ടാനുള്ള സംഖ്യ എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നേക്കാം. ഒരു തീയതി നിശ്ചയിച്ച് പറഞ്ഞാൽ മതി. അത് വേണ്ട. വിശാലിന് കൊടുത്ത പണം അവൻ തന്നെ വീട്ടണം. അതെന്റെ ഒരു വാശിയാ. പിള്ളേർ ഓരോരോ കടങ്ങളുണ്ടാക്കുക, എന്നിട്ട് തന്തമാര് നടന്ന് വീട്ടുക. അതൊരു ശരിയായ പരിപാടിയല്ല. പിള്ളേർക്കും വേണമല്ലോ ഒരു ചുമതലാബോധമൊക്കെ. അവൻ എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തിരക്കൊന്നുമില്ല. തരുമ്പോ തന്നാ മതി. ഇങ്ങനൊരു പലിശക്കാരൻ ഇതാദ്യവാ. ഞാൻ പലിശയ്ക്ക് പണം കൊടുക്കും, നേരാ. എന്നുവെച്ച് കടക്കാരന്റെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിക്കുകയില്ല. ഇല്ലാഞ്ഞിട്ടാണല്ലോ എന്നോട് മേടിക്കുന്നത്. നിനക്ക് 2 കുപ്പായമുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് നൽകുക എന്നാണ് ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്തിരി പലിശ കൂടി വാങ്ങുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും മോളെ തിരിച്ചു കിട്ടിയല്ലോ. ആ സന്തോഷത്തോടെ എനിക്ക് തിരിച്ചു പോവാം. നിങ്ങളൊരു കാര്യം ചെയ്യ്. ആ ഫോൺ നമ്പർ ഇങ്ങ് തന്നാട്ടെ. അവൻ വന്നാലുടനെ ഞാൻ അറിയിക്കാം. എനിക്ക് ഫോണൊന്നുമില്ല. സാരമില്ലെന്നേ, ഞാൻ ഇനി വരാം. യാത്ര ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. പോട്ടെ മോളെ, സൂക്ഷിക്കണേ. കാലം മഹാമോശമാ. ആ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? എനിക്കെന്തോ ഒരു സംശയം പോലെ. എന്താ? ഇയാളിനി ഡാനിയലിന്റെ ഏജന്റോ മറ്റോ ആണോ? വിശാലേട്ടൻ ഇവിടെ ഉണ്ടോന്ന് സൂത്രത്തിൽ അറിയാൻ വന്നതാവോ? ഞാൻ ആ വഴിക്ക് ആലോചിച്ചില്ല. അങ്ങനെ ആയിരിക്കുമോ? ഈശ്വര, ഇക്കാലത്ത് ആരെ വിശ്വസിക്കും? என்னாச்சு? செய்தி ஏதாவது கிடைச்சதா? വേഗം പറയ് രാമേട്ട. വിശാലിനെ കണ്ടോ? വിശാലിനെ കണ്ടില്ല. പക്ഷെ വേറൊരാളെ കണ്ടു, മിനിക്കുട്ടിയെ. രാമേട്ടൻ ഡാനിയലിന്റെ മാളികെ പോയോ? சீக்கிரம் விளக்கமா சொல்லுங்கோ. മിനിക്കുട്ടി ഇപ്പോ മാളികയിലൊന്നും അല്ല ഇവനെ, അവളുടെ സ്വന്തം വീട്ടിലാ.